ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അടുത്ത തിയറം പഠിക്കുന്നതിന് മുമ്പായിട്ട് ഓയിലർ 5 ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഒരു പക്ഷേ നിങ്ങളിത് ഓയിലർ ഫംഗ്ഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും അതൊന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം. ഓയിലർ 5 ഫംഗ്ഷൻ, phi of n where n greater than 1 is the number of positive integers less than n and relatively prime to n. അപ്പോൾ ഒരു phi of n എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്നുമായിട്ട് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ എൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്നതും എന്നിൽ കുറവായിട്ട് വരുന്നതുമായ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണം, അതിനെയാണ് നമ്മൾ ഓയിലർ 5 ഫംഗ്ഷൻ phi of n എന്ന് വിളിക്കുന്നത്. അത് കുറേ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. നമുക്ക് ഓയിലർ 5 ഫംഗ്ഷൻ കണ്ടു നോക്കാം. അപ്പോൾ എനിക്ക് phi of 4 കാണണമെന്നിരിക്കുക. phi of 4 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? 4-നേക്കാൾ കുറവായിട്ടുള്ളതും 4-മായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്ന നമ്പേഴ്സ് കണ്ടെത്തുക. ആദ്യമായിട്ട് നമുക്കറിയാം 1 is less than 4, at the same time 1 is prime to 4. അടുത്തത് 2 is not prime to 4, കാര്യം 2-നും 4-നും GCD 2 ആണ്. അടുത്തത് 3 is prime to 4. അപ്പോൾ അർത്ഥം എന്താ? 4-ൽ കുറവായിട്ടുള്ളതും 4-മായിട്ട് റിലേറ്റീവ്ലി പ്രൈം വരുന്ന ആൾക്കുണ്ട് 1ഉം 3ഉം ഉണ്ട്. അതായത് 2 മെമ്പേഴ്സാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. നമ്മളിങ്ങനെ അങ്ങനെ എഴുതി phi of 4 is equal to 2 എന്ന് എഴുതി. അപ്പോൾ അതാണ് കിട്ടിയത്. അതേപോലെ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് phi of 10 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 10-നേക്കാൾ കുറവുള്ളതും 10-മായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി. 1, 2 പ്രൈം ആണോ? അല്ല. അടുത്തത് 3 is relatively prime to 10. then 4 അല്ല, 5 അല്ല, 6 അല്ല, 7 ആണ്. അടുത്തത് 8 അല്ല. പിന്നെ വരുന്നത് ആരായിരിക്കും? 9 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ 10-മായിട്ട് റിലേറ്റീവ്ലി പ്രൈമാണ്, അല്ലെങ്കിൽ GCD 1 ആണ്. അപ്പോൾ ഞാൻ എഴുതുന്നു phi of 10 is equal to 4 എന്ന് എഴുതുന്നു. അപ്പോൾ phi of 4 2 ആയിരുന്നു, phi of 10 4 ആയി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു phi of 100 ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം 500 എന്താ? ആദ്യം 1 100-മായിട്ട് പ്രൈമാണ്, 2 ആണെന്ന് ചോദിച്ചാൽ അല്ല, 3 100-മായിട്ട് ചെക്ക് ചെയ്തു, 4 100-മായിട്ട്, അങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 5 of 100 ആണെങ്കിൽ ഓക്കെ. അടുത്തത് 5 of 1000 അല്ലെങ്കിൽ 5 of 5000 ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനൊരു ഫോർമുല നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ U of n എന്ന് പറയുന്ന ഗ്രൂപ്പ് അറിയാം അല്ലേ? U of n എന്ന് പറയുന്ന ഗ്രൂപ്പ് അറിയാം. അപ്പോൾ U of n-ലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? നമുക്കറിയാം. വാട്ട് ഈസ് U of 10? U of 10 എന്ന് പറഞ്ഞാൽ എന്താ? 10-മായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്ന ആൾക്കാർ അടങ്ങുന്ന ഗ്രൂപ്പ്, അവിടുത്തെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ മോഡുള്ള 10 ആയിരിക്കും. അപ്പോൾ ആരൊക്കെയുണ്ട് ഇവിടെ? 1 3 7 9. അപ്പോൾ ഇത്രയും ആൾക്കാർ, അതായത് 10-മായിട്ട് പ്രൈമായിട്ട് വരുന്ന ആൾക്കാരെ എല്ലാം കൂടെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. അതാണ് U of 10. അപ്പോൾ ശരിക്കും പറഞ്ഞ അർത്ഥം എന്താ? U of 10-ൻ്റെ ഓർഡർ എന്തായിരിക്കും? U of 10-ൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ പറയുന്ന റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്ന മെമ്പേഴ്സിൻ്റെ എണ്ണമായിരിക്കും. അപ്പോൾ ഈ റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്ന മെമ്പേഴ്സിൻ്റെ എണ്ണത്തെ അല്ലേ നമ്മൾ ഓയിലർ ഫംഗ്ഷൻ എന്ന് വിളിച്ചത്? അപ്പോൾ ശരിക്കും ഇതെന്താ അർത്ഥം? phi of 10. അപ്പോൾ phi of 10 എന്ന് പറയുന്നത് 10-മായിട്ട് പ്രൈമായിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം. ആ എത്ര എണ്ണമുണ്ട്? 4 എണ്ണമുണ്ട്. ആ 4 എന്ന് പറയുന്നത് ആരുടെ ഓർഡറും കൂടിയാണ്? U of 10-ൻ്റെ ഓർഡറും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു റിസൾട്ടിലേക്ക് എത്താം. ഇപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് 10 പറയുന്നേ ഉള്ളൂ. നമുക്കിത് ജനറലൈസ് ചെയ്ത് പറയാവുന്നത് എങ്ങനെയാണ്? U of n-ൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഓയിലർ 5 ഫംഗ്ഷൻ ഈക്വൽ ആയിരിക്കും. അതായത് phi of n-ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഓയിലർ 5 ഫംഗ്ഷൻ എന്താണ് നമ്മൾ കണ്ടെത്തി.
അതിനുശേഷം മറ്റൊരു റിസൾട്ട് കൂടെ കിട്ടി. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് യു ഓഫ് എൻ, അതിൻ്റെ ഓർഡർ ഫൈ ഓഫ് എൻ എന്നാണ് നമ്മൾ കണ്ടെത്തി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഫൈ ഓഫ് 10 4 എന്ന് കിട്ടി, ഫൈ ഓഫ് 100 കാണാനായിട്ട് എന്താണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ചില ഫോമുലയൊക്കെ ഉണ്ട്, അത് നമ്മളിവിടെ കാണുന്നുണ്ട്. ഹയർ പവേഴ്സ് വരുമ്പോൾ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു ഫോമുല പറയുന്നുണ്ട്. അത് ഇവിടെ ഒരു നോട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് നോട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്: ഫോർ എനി പ്രൈം phi of p raised to n is equal to p raised to n minus p raised to n minus 1. ഇത് നമ്പർ തിയറിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് തന്നെയാണ്, ഞാനിവിടെ ഒന്നുകൂടെ എടുത്ത് പറയുന്നതേ ഉള്ളൂ. phi of p raised to n is equal to p raised to n minus p raised to n minus 1. ഈ ഫോമുല ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു phi of 40 കാണണമെങ്കിലുള്ള മാർഗം എന്താ? 40യേക്കാൾ കുറവുള്ള ഓരോന്നും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം ഞാനിവിടെ എന്താ ചെയ്തത് നോക്കി, ഫൈ ഓഫ് 40 കാണാനുള്ള മാർഗം 40യെ ഞാൻ ഫാക്ടറൈസ് ചെയ്തു. എങ്ങനെ എഴുതി? ഫൈ ഓഫ് 8 × 5 എന്ന് എഴുതി. ഇനി ആ ഫൈ ഓഫ് 8 × 5 ഞാൻ എങ്ങനെ എഴുതി? അടുത്ത സ്റ്റെപ്പിൽ ഫൈ ഓഫ് 8 × ഫൈ ഓഫ് 5 എന്ന് എഴുതി. അങ്ങനെ എഴുതുന്നത് വെറുതെ ഞാൻ എഴുതിയതല്ല, അതും ഒരു റിസൾട്ടാണ്. ഈ പറയുന്ന ഫോമുലയാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ഫോമുലയാണിത്. ഇത് രണ്ടും നമ്പർ തിയറിയുള്ള ഫോമുലയാണ്. ഈ ഫോമുല വാലിഡ് ആകുന്നത് എപ്പോഴാണ്? എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആകുമ്പോൾ നമുക്ക് ഈ ഫോമുല കൊടുക്കാം. അതായത് ഫൈ ഓഫ് എം എൻ എങ്ങനെ എഴുതാം? ഫൈ ഓഫ് എം × ഫൈ ഓഫ് എൻ എന്ന് എഴുതും. അല്ലാതെ എപ്പോഴും ആ ഫോമുല പറ്റില്ല. എം എന്നും റിലേറ്റീവ് പ്രൈം ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതായത് എനിക്കിപ്പം എമ്മിൻ്റെ സ്ഥാനത്ത് 4ഉം എന്നിൻ്റെ സ്ഥാനത്ത് 6ഉം എടുത്താൽ ഈ ഫോമുല വർക്കാവില്ല. കാര്യം 4ഉം 6ഉം പ്രൈം അല്ല. അപ്പോൾ എം എൻ റിലേറ്റീവ് പ്രൈം ആണെങ്കിൽ ഫൈ ഓഫ് എം എൻ കാണാനായിട്ട് ഈ ഫോമുല അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ 40 എന്നുള്ളതിനെ ഞാൻ 2 നമ്പേഴ്സിനെ പ്രോഡക്റ്റായിട്ട് എഴുതി. ഈ 2 നമ്പേഴ്സും റിലേറ്റീവ്ലി പ്രൈം ആണ്. അതുകൊണ്ട് ഞാൻ എമ്മിൻ്റെ സ്ഥാനത്ത് 8 എന്നും എൻ്റെ സ്ഥാനത്ത് 5 എന്ന് എടുത്താൽ എനിക്കിതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഫൈ ഓഫ് 8 × ഫൈ ഓഫ് 5 എന്ന് എഴുതാം. ഈ പ്രത്യേകത എന്താ? ഈ 8 എന്ന് പറയുന്നത് ഒരു പ്രൈം പവറാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൈം പവറിനാണ് റിസൾട്ട് ഉള്ളത്. p raised to n where p is a prime number. അപ്പോൾ എനിക്ക് 8നെ എങ്ങനെ പറയാം? 8 എന്ന് പറയുന്നത് ആക്ച്വലി 2 raised to 3 ആണ്. 8 is expressed as a prime power. അതുപോലെ തന്നെ 5ൻ്റെ പ്രത്യേകത എന്താ? 5 is already a prime power, 5 raised to 1. അങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫൈ ഓഫ് 8നെ എനിക്ക് എങ്ങനെ പറയാം? ഫൈ ഓഫ് 2³ എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ പഠിച്ച ഫോമുല അനുസരിച്ചിട്ട് ഫൈ ഓഫ് പി റേസ് ടു എൻ എന്ന് പറയുന്നത് പി റേസ് ടു എൻ മൈനസ് പി റേസ് ടു എൻ മൈനസ് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് 2³ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2 raised to 3 മൈനസ് 2 raised to 3 മൈനസ് 1. അതാണ് 2 raised to 3 മൈനസ് 2 സ്ക്വയർ. അതേപോലെ തന്നെ ഫൈ ഓഫ് 5നെ എങ്ങനെ എഴുതാം? 5 raised to 1 മൈനസ് 5 raised to 1 മൈനസ് 1. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 16. അതായത് 40 പ്രൈമായിട്ട് വരുന്ന 16 മെമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താം. വേണമെങ്കിൽ മാനുവലായിട്ട് കണ്ടെത്താം. ഇത് 1 പ്രൈമാണ്, 40 2 ആണോ എന്ന് ചോദിക്കുക. അല്ല, 3. ഓക്കെ, 3 ആണ്. 4 അല്ല, 5 അല്ല, 6 അല്ല, 7 അല്ല, 7 ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ അത് കുറച്ച് സമയം കൂടുതലെടുക്കും. ഇത് വളരെ വേഗത്തിൽ ആ എണ്ണം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഓയിലർ 5 ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജനറലൈസ്ഡ് റിസൾട്ട് ഞാനിവിടെ പറയുന്നില്ല. അല്ലാതെ ഈ ഫൈ ഓഫ് എം എന്ന് റിലേറ്റീവ്ലി പ്രൈം ആകുന്ന കേസ് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഫൈ ഓഫ് 100 കാണാനൊക്കെ ഫോമുലയുണ്ട്. പക്ഷേ ആ ഫോമുലയിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം പോകുന്നില്ല. നമുക്കിവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇത്തരത്തിൽ നമുക്ക് പ്രോഡക്റ്റായിട്ട് എഴുതുമ്പോൾ അതായത് റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്ന നമ്പേഴ്സിന് പ്രോഡക്റ്റായിട്ട് എഴുതുന്നത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഫോമുല മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഓയിലർ ഫംഗ്ഷൻ എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓയിലർ ഫംഗ്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഓയിലർ 5 ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു ടേബിൾ, ഏറ്റവും ലാസ്റ്റ് ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഓയിലർ 5 ഫംഗ്ഷൻ ഇസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n. അപ്പോൾ അവിടെ റിസൾട്ട് ഇതാണ്.
n 1 ആണെങ്കിൽ ഫൈ ഓഫ് 1 1 ആയിരിക്കും. അപ്പം അതൊരു ട്രിവിയൽ റിസൾട്ടാണ് പ്രതിനിധിക്കുന്നത്. ഏറ്റവും ചെറിയ നമ്പർ നമ്മൾ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 1 ആണെന്ന് പറയുന്ന പോലെ ഉള്ളൂ. അപ്പം അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. 1 തുടങ്ങുന്നത് പറയുന്നു, കൗണ്ട് ചെയ്യുന്നത് 1 എന്നാണ് കൗണ്ട് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ നാച്ചുറൽ നമ്പർ 1 എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഇവിടെ ഫൈ ഓഫ് n ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ അത് 1 ആയിരിക്കും ആൻസർ. അതായത് ഫൈ ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത് നമ്മൾ അങ്ങ് ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. അതായത് അവിടെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നില്ല. ഫോർമുല അപ്ലൈ ചെയ്യുന്നത് എവിടെ മുതലാണ്? 1ൽ കൂടിയ നമ്പേഴ്സ് വരുമ്പോഴാണ് ഈ ഫൈ ഓഫ് എൻ്റെ ഫോർമുല വരുന്നത്. അല്ലാത്ത കേസിൽ നമ്മൾ അങ്ങ് ഡിഫൈൻ ചെയ്ത് വെക്കും. ഫൈ ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. കാര്യം നോക്കിയാൽ ഫൈ ഓഫ് എന്നിനകത്ത് n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലാണ് ഫോർമുല ഉള്ളത്. n ഈക്വൽ ടു 1 ആണെങ്കിൽ ഞാൻ അതിനെ 1 എന്ന് തന്നെ ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കി, ഓർഡർ ഓഫ് യു ഓഫ് n ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് n ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടു. നമ്മുടെ യു ഓഫ് എൻ്റെ ഓർഡറും ഫൈ എന്നും യു ഓഫ് എൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഫൈ ഓഫ് n ആണെന്ന് കണ്ടെത്തി. പിന്നെ ഒരു ടേബിൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നിന് ഓരോ വാല്യൂ കൊടുത്തു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 വാല്യൂസ് നമ്മൾ കണ്ടെത്തി. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വാല്യൂസ് എല്ലാം നിങ്ങൾ കണ്ടെത്താവുന്നതാണ്. ഫൈ ഓഫ് 6 എന്ന് പറയാൻ 6ഉമായിട്ട് പ്രൈമായിട്ടുള്ള ആൾക്കാർ, ഫൈ ഓഫ് 7, 8, 9, 10 ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാവുന്നതാണ്. ടേബിൾ വാല്യൂസ് കൂടെ അവിടെ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഓയിലർ ഫൈ ഫംഗ്ഷൻ നമുക്ക് അടുത്ത തിയറത്തിന് വേണ്ടിയിട്ട് ഇത് ആവശ്യമാണ്. ഇനി നമുക്ക് തിയറത്തിലേക്ക് വരാം. നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത് തിയറം 4.4. ഇഫ് d is a positive divisor of n, the number of elements of order d in a cyclic group of order n is phi of d. അപ്പോൾ ഇതാണ് നമ്മുടെ തിയറം. അതായത് നമ്മുടെ ഇതിനകത്തിലെ ചാപ്റ്ററിനകത്തുള്ള ലാസ്റ്റ് തിയറമാണ് ഇതിലൂടെ പറയുന്നത്. ഇഫ് d is a positive divisor of n, then the number of elements of order d in a cyclic group of order n is phi of d. അപ്പോൾ നമ്മൾ ഒരു സൈക്ലിക് ഗ്രൂപ്പ് എടുക്കുന്നു. ആ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ n ആണെന്ന് വിചാരിക്കുക. ഇനി ആ എന്നിൻ്റെ ഡിവൈസറിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് d എന്നാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓർഡർ d വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടെത്താൻ പോവുകയാണ്. ഓർഡർ d വരുന്ന എലമെൻറ്റ്സ് കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. എന്തായിരിക്കും? ഓർഡർ d വരുന്ന എലമെൻറ്റ്സിൻ്റെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് കണ്ടാൽ മതി? ഫൈ ഓഫ് d കണ്ടാൽ മതി. ഫൈ ഓഫ് d കണ്ടു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് ഓർഡർ d വരുന്ന എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ്. കുറേ കൂടെ വ്യക്തമാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിളിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഒരു സബ് ഗ്രൂപ്പ് എടുക്കുന്നു, ഒരു സൈക്ലിക് ഗ്രൂപ്പ് എടുക്കുന്നു. ആ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ ഞാൻ പറയുന്നു. അതിൻ്റെ ഡിവൈസർ എടുക്കുന്നു. അതിന് ഏതെങ്കിലും ഒരു ഡിവൈസർ എടുക്കുന്നു. ഇനി അതേ ഓർഡർ വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന്, അതേ ഓർഡർ വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നു. ആ സൈക്ലിക് ഗ്രൂപ്പിനകത്ത് തന്നെ പർട്ടിക്കുലർ ഓർഡർ വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ഫോർമുല എനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഞാൻ എടുത്തു. Z6 എടുത്തു. Z6ലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4 ആൻഡ് 5. ഇത്ര എലമെൻറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 6 എന്ന് എടുത്തു. ഇനി പ്രത്യേകത എന്താ? d is a divisor of 6. അങ്ങനെയാണെങ്കിൽ ഡിയുടെ സ്ഥാനത്ത് d is a divisor of n. And what is n? n is equal to 6. അപ്പോൾ ഡിയുടെ സ്ഥാനത്ത് ആരൊക്കെ വരാം? 1 വരാം, 2 വരാം, 3 വരാം, 6 വരാം. ഇതെല്ലാം ഡിയുടെ വാല്യൂസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഫോർമുലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഫോർമുല നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നിൻ്റെ ഡിവൈസറാണ് ഡി. ഇപ്പോൾ നമുക്ക് n ഞാൻ സ്ഥാനത്ത് 6 എന്ന് എടുത്തു. അതിൻ്റെ ഡിവൈസറായിട്ട് 4 ഡിവൈസേഴ്സിനെ കണ്ടെത്തി. ഇനി നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ചൂസ് ചെയ്യുന്നു. അതായത് ഡിയുടെ സ്ഥാനത്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ ചൂസ് ചെയ്തിട്ട് ഈ പർട്ടിക്കുലർ ഓർഡർ വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ
കണ്ടെത്താൻ പോവുകയാണ്. ആ എലമെൻറ്റ്സ് കണ്ടെത്താനായിട്ട് ഈ ഫോമുല യൂസ് ചെയ്യാം. ഏത് ഫോമുല യൂസ് ചെയ്യാം? ഫൈ ഓഫ് ഡി എന്ന് പറയുന്ന ഫോമുല യൂസ് ചെയ്യാം. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഡിയുടെ സ്ഥാനത്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ ചൂസ് ചെയ്തു. ഡി ഈസ് ഈക്വൽ ടു 2 എന്ന് ചൂസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം എന്താ? ഓർഡർ 2 വരുന്ന ഡി എന്ന് പറയുന്നത് 2, ഡി ഈക്വൽ 2 എന്ന് കിട്ടി. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓർഡർ 2 വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും ഓർഡർ കണ്ടെത്തുക. അക്കൂട്ടത്തിൽ ഓർഡർ 2 വരുന്ന എലമെൻറ്റ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തണം. നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാം. ഓർഡർ 2 വരുന്ന എലമെൻറ്റ്സിൻ്റെ എണ്ണം എത്രയായിരിക്കും? ഫൈ ഓഫ് ഡി ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് ഫൈ ഓഫ് ഡി? ഫൈ ഓഫ് 2. ആൻഡ് വാട്ട് ഈസ് ഫൈ ഓഫ് 2? ഫൈ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2മായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്ന നമ്പേഴ്സ് ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫൈ ഓഫ് 2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഓർഡർ 2 വരുന്ന ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതേപോലെ ഞാൻ ഡിയുടെ സ്ഥാനത്ത് 3 എടുക്കുന്നു. ഡിയുടെ സ്ഥാനത്ത് 3 ആണ് എടുക്കുന്നതെങ്കിൽ പ്രത്യേകത എന്താ? ഓർഡർ 3 വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടു നോക്കാം. ഫൈ ഓഫ് 3 എലമെൻറ്റ്സ് ഉണ്ടാകും. ആൻഡ് വാട്ട് ഈസ് ഫൈ ഓഫ് 3? 3മായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, അല്ലേ? അതായത് ഫൈ ഓഫ് 3 എന്ന് പറയുന്നത് 2 ആയിരിക്കും. 3 ആയിട്ട് പ്രൈമായിട്ട് വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടോ ആ നമ്പേഴ്സിൻ്റെ എണ്ണമാണ്. അപ്പോൾ 1ഉം 2ഉം 3മായിട്ട് പ്രൈമാണ്. അതായത് 2 നമ്പേഴ്സ് ഉണ്ട്. സോ ഫൈ ഓഫ് 3 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഓർഡർ 3 വരുന്ന എത്ര മെമ്പേഴ്സ് ഉണ്ട്? 2 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓർഡർ 6 വരുന്ന മെമ്പേഴ്സിനെ കണ്ടെത്താം. ഇതൊക്കെ നമുക്ക് ഈ ഫോമുല ഉപയോഗിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കും. മാനുവലായിട്ട് കണ്ടെത്താം, പക്ഷേ അത് എപ്പോഴും അത് പോസിബിൾ അല്ല. ലൈക്ക് മാനുവലായിട്ട് നമ്മളെങ്ങനെ കണ്ടെത്തുന്നത്? ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ കാണാനുള്ള മാർഗ്ഗം എന്താ? ഇപ്പോൾ എനിക്ക് 1 എടുക്കുന്നു, അല്ലേ? 1ൻ്റെ ഓർഡർ നമ്മളെങ്ങനെയാണ് പറയുന്നത്? ഓർഡർ ഓഫ് 1. ഓർഡർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1നെ എത്ര പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ് ഐഡൻറ്റിറ്റി കിട്ടുന്നത്? 1നെ നമ്മൾ 6 ടൈംസ് ആഡ് ചെയ്യുമ്പോഴല്ലേ ഐഡൻറ്റിറ്റി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറയും 1ൻ്റെ ഓർഡർ 6 ആണെന്ന് പറയും, അല്ലേ? അതേപോലെ ഓർഡർ ഓഫ് 2 നോക്കാം. 2നെ എത്ര പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ് ഐഡൻറ്റിറ്റി കിട്ടുന്നത്? അപ്പോൾ മനസ്സിലാക്കുക, ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? Z6ലെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി Z6ൽ ആരൊക്കെ 0 ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ 0 ആകും? 6 എന്ന് പറയുന്നത് മോഡുലോ 6ൽ ഇവിടുത്തെ ഓപ്പറേഷൻ മോഡ് 6 ആണ്. മോഡുലോ ഓപ്പറേഷനിൽ 6 എന്ന് പറയുന്നത് 0 ആയിരിക്കും. 12 0 ആണ്, 18 0 ആണ്, അല്ലേ? ചുരുക്കം പറഞ്ഞാൽ 6ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും Z6ൽ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അല്ലെങ്കിൽ മോഡ് 6നകത്ത് ഇതെല്ലാം തന്നെ 0 ആയിട്ട് മാറും. ഇപ്പോൾ ഓർഡർ ഓഫ് 1 6 എന്ന് കിട്ടി. അടുത്തത് ഓർഡർ ഓഫ് 2 എന്ന് പറഞ്ഞ അർത്ഥം 2നെ എത്ര പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് 0 ആകുന്നത്? നമുക്കറിയാം 2 + 2 + 2 ഈക്വൽ ടു 6. ആൻഡ് Z6ൽ 6 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. നമ്മൾ പറയും ഓർഡർ ഓഫ് 2 ഈസ് ഈക്വൽ ടു 3 എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും ഓർഡർ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓരോ എലമെൻറ്റിൻ്റെയും ഓർഡർ കണ്ടെത്താനായിട്ട് സാധിക്കും. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് നമുക്ക് എഴുതി വെക്കാം. ഓർഡർ ഓഫ് 2 ഈസ് 3. ആൻഡ് സിമിലർലി ഓർഡർ ഓഫ് 3 ഈസ് 2. ഓർഡർ ഓഫ് 4 ഈസ് 3. ആൻഡ് ഓർഡർ ഓഫ് 5 ഈസ് 6. ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കണ്ടെത്തി. അപ്പോൾ എന്താ 2ൻ്റെ ഓർഡർ 3 ആണ്, അല്ലേ? 2 കാരണം 2 × 3 6 0 ആയി. 3യുടെ ഓർഡർ 2 എന്ന് അർത്ഥം 3 × 2 6 0 ആയി. 4ൻ്റെ ഓർഡർ 3 ആകാൻ കാര്യം 4നെ 3 ടൈംസ് ആഡ് ചെയ്യുമ്പോഴാണ് 4 3 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ 12 എന്ന് വരുന്നു. ആ 12 എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇനി 5ൻ്റെ ഓർഡർ 6 ആകാൻ കാര്യം എന്താ? 5നെ 6 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടുകയുള്ളൂ, അതായത് 0 കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും ഓർഡർ കണ്ടെത്തി. ഇനി നമുക്കിതൊന്ന് ശരിയാണെന്ന് നോക്കാം. ഓർഡർ 2 വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി നേരത്തെ തന്നെ. ഓർഡർ 2 ഉള്ള ഒരേ എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ നോക്കാം. ഓർഡർ 2 വരുന്ന ഈ കിടക്കുന്നതാണ് ഓർഡർ. ഓർഡർ 2 വരുന്ന ആരാണ്? 3ക്ക് മാത്രമാണ് ഓർഡർ 2 വരുന്നത്. അപ്പോൾ കറക്റ്റാണല്ലോ. ഓർഡർ 2 വരുന്ന ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അതേപോലെ ഓർഡർ 3 വരുന്ന 2 എലമെൻറ്റ്സ് ഉണ്ട്. ഓർഡർ 3 അല്ല, ഓർഡർ 3 വരുന്ന 2 എലമെൻറ്റ്സ് ഉണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. ഇതാ 3, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഓർഡർ 3 വരുന്ന എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 2ഉം 4ഉം. ഇപ്പോൾ 2 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയും
ഫൈവ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഓർഡർ 3 വരുന്ന എലമെൻറ്റുകളുടെ എണ്ണമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന അത്രയേ ഉള്ളൂ. ഒരു സൈക്ലിക് ഗ്രൂപ്പ് എടുത്തു, Z6 എടുത്തു, അതിൻ്റെ ഓർഡർ 6 ആണെന്നറിയാം. ആ 6ൻ്റെ ഡിവൈസേഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 2 എടുത്തു, അപ്പോൾ 2 ഓർഡറായിട്ട് വരുന്ന എത്ര എലമെൻറ്റുകളുണ്ട് എന്ന് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, 5 ഓഫ് 2 കണ്ടാൽ മതി. അതേപോലെ 6 ഓർഡറായിട്ട് വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കാണാനായിട്ട് 5 ഓഫ് 6 കണ്ടാൽ മതി. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഒരു സൈക്ലിക് ഗ്രൂപ്പ് തന്നിട്ട് ഒരു പർട്ടിക്കുലർ ഓർഡർ വരുന്ന എലമെൻറ്റ്സിൻ്റെ എണ്ണം കാണാനായിട്ട് ചോദിക്കും. ഇപ്പോൾ ഒരു Z100 തരുന്നു, Z100 തന്നിട്ട് ചോദിക്കും 5 ഓർഡറായിട്ട് വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. ഈ ഫോമുല അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഫോമുല എന്താണ്, ആ ഫോമുലയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലായി. ഇനി നമുക്ക് ആ ഫോമുലയുടെ അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, തിയറം 4.4 പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഇഫ് ഡി ഈസ് എ പോസിറ്റീവ് ഡിവൈസർ ഓഫ് എ. അപ്പോൾ എന്നിൻ്റെ പോസിറ്റീവ് ഡിവൈസറാണ് ഡി എങ്കിൽ നമുക്ക് ഈ ഡി ഓർഡറായിട്ട് വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ് കാണാൻ പോകുന്നത്. ആ എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ് 5 ഓഫ് ഡി. അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് വരാം. ആ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താനായിട്ട് സാധിക്കും. അപ്പം അബ്സ്ട്രാക്റ്റ് ലോജിക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് മുമ്പുള്ള റിസൾട്ടുകൾ ആവർത്തിച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഓർഡർ ഡി വരുന്ന ഒരു എലമെൻറ്റ് ചൂസ് ചെയ്തു. ലെറ്റ് എ ബി ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ ഡി. അപ്പം ഡിയുടെ പ്രത്യേകത എന്താ, ഡി എന്ന് പറയുന്നത് എന്നിൻ്റെ ഡിവൈസറാണ്, പോസിറ്റീവ് ഡിവൈസറാണ്. അപ്പോൾ ആ ഓർഡർ ഡി ഓർഡറായിട്ട് വരുന്ന ഒരു എലമെൻറ്റിനെ ഞാൻ ചൂസ് ചെയ്തു. ആരാണ്, എ. ലെറ്റ് എ ബി ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ ഡി. അപ്പോൾ ദാറ്റ് ഈസ് ഓർഡർ ഓഫ് എ ഈക്വൽ ടു ഡി എന്നെടുത്തു. ഇനി എന്താ അർത്ഥം, അപ്പോൾ ഓർഡർ ഡി വരുന്ന ഒരു എലമെൻറ്റ് ഞാൻ കണ്ടെത്തി. ഇനി എൻ്റെ ലക്ഷ്യം എന്താ, ഓർഡർ ഡി വരുന്ന വേറെ ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ലെറ്റ് എ റൈസ് ടു കെ ബി എനി അതർ എലമെൻറ്റ് ഓഫ് ഓർഡർ ഡി. അപ്പോൾ ഓർഡർ ഡി വരുന്ന മറ്റ് എലമെൻറ്റുകളെ ഞാൻ എങ്ങനെ വിളിച്ചു, എ റൈസ് ടു കെ എന്ന് വിളിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ, എ റൈസ് ടു കെയുടെ ഓർഡറും എയുടെ ഓർഡറും എത്രയാണ്, ഡി ആണ്. അതായത് ഓർഡർ ഡി വരുന്ന 2 എലമെൻറ്റ്സ് ഉണ്ട്, ഒന്ന് എയും മറ്റൊന്ന് എ റൈസ് ടു കെയും. അതാണ് എഴുതിയിരിക്കുന്നത്. ഓർഡർ ഓഫ് എ റൈസ് ടു കെ ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എ ഈക്വൽ ടു ഡി. ഇത് നമ്മൾ നേരത്തെ പഠിച്ച കൊറോളറി 3 അനുസരിച്ചിട്ട് എന്താ കൊറോളറി 3 എഴുതിയിരിക്കുന്നത്, ഓർഡർ ഓഫ് എ ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എ റൈസ് ടു കെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് കെ ആൻഡ് ഡി ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നോക്കി കൊറോളറി 3 എന്താണെന്നുള്ളത് നമ്മളിവിടെ നേരത്തെ ഇവിടെ പറഞ്ഞതിനകത്ത് കൊറോളറി 3 ഇവിടെ കൊറോളറി 3 പറയുന്നുണ്ട്. 3 പറഞ്ഞിരിക്കുന്നത് നോക്കുക, ഓർഡർ ഓഫ് എ ഇസ് ഈക്വൽ ടു ഇവിടെ സൈക്ലിക് എ ഇസ് ഈക്വൽ ടു സൈക്ലിക് എ റൈസ് ടു ജെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എൻ ആൻഡ് ജെ ഇസ് ഈക്വൽ ടു 1. അടുത്തത് ഓർഡർ ഓഫ് എ ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് സൈക്ലിക് എ റൈസ് ടു ജെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എൻ ആൻഡ് ജെ ഇസ് ഈക്വൽ ടു 1. ഈ ഒരു റിസൾട്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. അവിടെ ജെ മാറ്റിയിട്ട് ഇവിടെ കെ എഴുതി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെയിം റിസൾട്ട് തന്നെ നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്, എ റൈസ് ടു കെയുടെ കൊറോളറി 3 അനുസരിച്ചിട്ട് എയുടെ ഓർഡർ ഈ നമുക്ക് 2 എലമെൻറ്റ്സ് കിട്ടി അല്ലേ, സെയിം ഓർഡറുള്ള 2 എലമെൻറ്റ്സ് ഇപ്പോൾ കിട്ടി. അതൊക്കെയാണ് ഒരു എലമെൻറ്റ് എയും അടുത്ത എലമെൻറ്റ് എ റൈസ് ടു കെയും. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ സെയിം ഓർഡറുള്ള 2 എലമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ കൊറോളറി 3 എന്താ പറഞ്ഞിരിക്കുന്നത്, എയുടെയും എ റൈസ് ടു കെയുടെയും ഓർഡർ സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കെയും ഡിയും തമ്മിലുള്ള ജി സി ഡി എത്രയായിരിക്കും, 1 ആയിരിക്കും. അതായത് ഇത് രണ്ടും സെയിം ആണ് അല്ലേ, എയുടെ ഓർഡറും എ റൈസ് ടു കെയുടെ ഓർഡറും സെയിം ആണ്. ഏതാണ് ആ ഓർഡർ, ഡി ആണ് ഓർഡർ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിയും കെയും തമ്മിൽ ഒരു റിലേഷനുണ്ട്. എന്താ റിലേഷൻ, അത് രണ്ടും എന്തായിരിക്കും, റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു റിസൾട്ട് ഇതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഓർഡർ ഓഫ് എ ഈക്വൽ ടു എ റേസ് ടു കെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് കെ ആൻഡ് ഡി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കേണ്ടത് എന്താ? അപ്പോൾ എയുടെ അതേ ഓർഡറുള്ള ആളാണ് എ റേസ് ടു കെ അല്ലേ? കണ്ടീഷൻ ഇതാണ്, ജി സി ഡി ഓഫ് കെ ആൻഡ് ഡി ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നമ്പർ ഓഫ് വാല്യൂസ് ഓഫ് കെ. അപ്പം നമ്പർ ഓഫ് വാല്യൂസ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കെയുടെ പ്രത്യേകത എന്താ? കെയും ഡിയുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അപ്പം അങ്ങനെയെങ്കിൽ ഡിയുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്ന ഏത് വാല്യൂവിനെയും നമ്മൾ കെ ഡിയുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്ന വാല്യൂസാണ് കെ. അങ്ങനെയാണെങ്കിൽ കെയ്ക്ക് എത്ര വാല്യൂസ് ഉണ്ട് അല്ലേ? ഡിയുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ കെ എന്ന് വിളിക്കുമെങ്കിൽ കെയ്ക്ക് എത്ര വാല്യൂസ് ഉണ്ട്? 5 ഓഫ് ഡി വാല്യൂസ് ഉണ്ട് അല്ലേ? അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ 4ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്ന നമ്പറാണ് കെ എന്ന് പറഞ്ഞാൽ കെയുടെ സ്ഥാനത്ത് ആരൊക്കെ വരാം? 1 വരാം, 3 വരാം. അതേപോലെ 6ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്ന നമ്പറാണ് കെ എന്ന് പറഞ്ഞ അർത്ഥം കെയുടെ സ്ഥാനത്ത് ആരൊക്കെ വരാം? 1 വരാം, അതുപോലെ തന്നെ 5 വരാം. അപ്പം ഇങ്ങനെ റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണത്തെയല്ലേ നമ്മൾ ഓയിലർ 5 ഫംഗ്ഷൻ വിളിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? നമ്പർ ഓഫ് വാല്യൂസ് ഓഫ് കെ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? കറസ്പോണ്ടിങ് ഓയിലർ ഫംഗ്ഷൻ ആയിരിക്കും. അതായത് 5 ഓഫ് ഡി ആയിരിക്കും. ദാറ്റ് ഈസ് ദർ ആർ 5 ഓഫ് ഡി എലമെൻറ്റ്സ് ഉണ്ടാവും. ദർ ആർ 5 ഓഫ് ഡി എലമെൻറ്റ്സ് ഓഫ് ഓർഡർ ഡി ഇൻ ജി. ഓർഡർ ഡി വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? 5 ഓഫ് ഡി എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് ഒന്നുകൂടെ ക്ലിയർ ആക്കാതെ, ഓർഡർ ഡി വരുന്ന ആർബിട്രറി എലമെൻ്റ് ആണ് എ റേസ് ടു കെ. അങ്ങനെയാണെങ്കിൽ ഈ കെയുടെ സ്ഥാനത്ത് ആരൊക്കെ വരാം? 5 ഓഫ് ഡി വാല്യൂസ് വരാം. എന്ന് പറഞ്ഞാൽ ഓർഡർ ഡി വരുന്ന എത്ര വാല്യൂസ് ഉണ്ട്? 5 ഓഫ് ഡി എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് അവിടെ കിട്ടും. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ പ്രൂഫിൻ്റെ ആർഗ്യുമെൻ്റ് പോകുന്നത് എങ്ങനെയാണ്? എയുടെ ഓർഡർ ഡി വരുന്ന ഒരു എലമെൻറ്റ് ഞാൻ ചൂസ് ചെയ്തു, എ എന്നെടുത്തു. ഇനിയും ഇതേ ഓർഡർ വരുന്ന വേറെ ആരൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തണം. അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് ഇതേ ഓർഡറുള്ള ഡി ഓർഡർ വരുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത്? ഡി ഓർഡറുള്ള ഒരു ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്തു, കെ എന്നുള്ളത് ചൂസ് ചെയ്തു. അപ്പോൾ ഇനി അറിയേണ്ടത് ഈ കെയുടെ സ്ഥാനത്ത് എത്ര നമ്പേഴ്സ് വരാം അല്ലേ? അപ്പോൾ ചിലപ്പോൾ കെയുടെ സ്ഥാനത്ത് 2 വരാം, കെ എന്ന സ്ഥാനത്ത് എ സ്ക്വയർ ചിലപ്പോൾ ആകാം, ചിലപ്പോൾ എ ക്യൂബ് ആകാം, ചിലപ്പോൾ എ സ്ക്വയർ, എ ക്യൂബ്, എ റേസ് ടു 4 ഒക്കെ ഉണ്ടാകാം, നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഡി ഓർഡർ വരുന്ന എലമെൻറ്റിന് ഞാൻ കെ എന്ന് ചൂസ് ചെയ്തു. ഇനി അറിയേണ്ടത് കെയുടെ സ്ഥാനത്ത് എത്ര ആൾക്കാരെ കണ്ടെത്താം എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊറോളറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കെയുടെ സ്ഥാനത്ത് എത്ര ആൾക്കാരെ കണ്ടെത്താം? 5 ഓഫ് ഡി എന്ന് കിട്ടാം. ആ 5 ഓഫ് ഡി എന്ന് കിട്ടാൻ കാരണം എന്താ? ഈ കെയുടെ പ്രത്യേകത നമ്മൾ എന്ത് കണ്ടെത്തി? ഈ കെ എന്ന് നമ്മൾ തുടങ്ങി അല്ലേ? ഓർഡർ ഡി വരുന്ന എലമെൻ്റാണ് കെ എന്ന് കിട്ടി. നമുക്ക് അവസാനം എന്ത് കിട്ടി? നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് കെയും ഡിയുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് കിട്ടി. അപ്പോൾ കെയും ഡിയുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കെയ്ക്ക് എത്ര വാല്യൂസ് ഉണ്ടാകും? ഓയിലർ 5 ഫംഗ്ഷൻ്റെ അത്രയും വാല്യൂ ഉണ്ടാകും. അതായത് 5 ഓഫ് ഡി വാല്യൂസ് ഉണ്ടാകും. അപ്പോൾ കെയുടെ സ്ഥാനത്ത് ഈ 5 ഓഫ് ഡി വാല്യൂസ് വരും. മനസ്സിലായല്ലോ? അപ്പോൾ കെ എന്ന് പറയുന്നത് യുടെ സ്ഥാനത്ത് എത്ര വാല്യൂസ് ഉണ്ടാകും? 5 ഓഫ് ഡി വാല്യൂസ് ഉണ്ടാകും. അതായത് ഈ 5 ഓഫ് ഡി വാല്യൂസും എയുടെ സ്ഥാനത്ത് അപ്പം എ റേസ് ടു കെയ്ക്ക് എത്ര വാല്യൂസ് കാണും? 5 ഓഫ് ഡി വാല്യൂസ് കാണും. അതായത് എ റേസ് ടു കെയുടെ ഓർഡർ ഡി ആണ്. അപ്പോൾ ഓർഡർ ഡി വരുന്ന എത്ര വാല്യൂസ് ഉണ്ട്? 5 ഓഫ് ഡി വാല്യൂസ് അല്ലെങ്കിൽ 5 ഓഫ് ഡി എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ പ്രൂഫിൻ്റെ പ്രത്യേകത, തിയറത്തിൻ്റെ പ്രത്യേകത. ഇനി ഒരു നോട്ടായിട്ട് പറഞ്ഞേക്ക് നോക്കുക. ഇൻ എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ ഡി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ഓഫ് ഡി. അതായത് ഫൈനൈറ്റ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഓർഡർ ഡി വരുന്ന എലമെൻറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 5 ഓഫ് ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും.
അപ്പോൾ നമുക്ക് ഫൈനൈറ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. അപ്പോൾ ഒരു താല്പര്യമുണ്ട്, ഒരു ഗ്രൂപ്പ് ഫൈനൈറ്റ് ആണെന്ന് എടുക്കുക. ഫൈനൈറ്റ് ആണെന്ന് നമുക്കറിയാം ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിവൈസറാണ് എന്നറിയാം. മനസ്സിലാക്കണം, സൈക്ലിക് ഗ്രൂപ്പ് എന്നുള്ള വേർഡ് ഇവിടെ പറഞ്ഞിട്ടില്ല, ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നതൊക്കെ എന്താ, ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. തിയറം 4.4 പറഞ്ഞിരിക്കുന്നത് സൈക്ലിക് ഗ്രൂപ്പിന് വേണ്ടിയുള്ള റിസൾട്ടാണ്. ഇപ്പോൾ ഇവിടെ നോട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് സൈക്ലിക് ഗ്രൂപ്പ് എന്നല്ല, ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ അറിയാം എല്ലാ ഗ്രൂപ്പും സൈക്ലിക് ഗ്രൂപ്പ് അല്ല. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന റിസൾട്ട് ഒരു ജനറൽ ഫൈനൈറ്റ് ഗ്രൂപ്പിൻ്റെ റിസൾട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് ഗ്രൂപ്പ് എടുക്കുന്നു. ആ ഫൈനൈറ്റ് ഗ്രൂപ്പിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തൊട്ടുമുമ്പത്തെ റിസൾട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സൈക്ലിക് ഗ്രൂപ്പ് കിട്ടുന്നു. ആ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡറിൻ്റെ ഡിവൈസറാണ് ഡി എങ്കിൽ ഡി ഓർഡറായിട്ട് വരുന്ന 5 ഓഫ് ദി എലമെൻറ്റ്സ് ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് താല്പര്യമുണ്ട്, സൈക്ലിക് ഗ്രൂപ്പിൻ്റെ കാര്യം ഓക്കെയാണ്. അപ്പോൾ നമ്മളെന്താ ചിന്തിക്കും, എന്നാൽ സൈക്ലിക് അല്ലാത്ത ഒരു ജനറൽ ഗ്രൂപ്പ് എടുത്താൽ നമുക്ക് എന്തായിരിക്കും ഫോർമുല എന്ന് കണ്ടെത്താനായിട്ടൊരു താല്പര്യം ഉണ്ടാകും തോന്നിയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എങ്ങനെ കിട്ടും, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ ഡി. അപ്പോൾ n എടുക്കുന്നു, ഗ്രൂപ്പിൻ്റെ ഓർഡറാണ് n, അത് സൈക്ലിക് അല്ല എന്ന് മനസ്സിലാക്കുക. ഇനി n ഡിവൈസറാണ് ഡി. ഇനി ഈ ഡിവൈസർ ഓർഡറായിട്ട് വരത്തക്ക രീതിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഫോർമുലയില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ സാധിക്കും, ആ എലമെൻറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആരുടെ മൾട്ടിപ്പിൾ ആയിരിക്കും, 5 ഓഫ് ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ജനറലായിട്ട് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പിൽ എടുക്കുന്നു, ആ ഫൈനൈറ്റ് ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ അറിയാമെങ്കിൽ അതേ ഓർഡർ വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കാണാനായിട്ട് ജനറൽ ഫോർമുലയില്ല. ഒരു കാര്യം മാത്രം പറയാം, എത്രയായിരിക്കും, അത് ഉണ്ടായിരിക്കാം, പക്ഷേ അത് 5 ഓഫ് ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു നോട്ടായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് സൈക്ലിക് ഗ്രൂപ്പിന് പറഞ്ഞ റിസൾട്ട് ഒരു ഫോർമുല ഉണ്ടെങ്കിലും ഇവിടെ ആ ഫോർമുല പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് നോക്കി, ദർ ഈസ് നോ ഫോർമുല ഫോർ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഈച്ച് ഓർഡർ ഫോർ ആർബിട്രറി ഫൈനൈറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഫോർമുല ഇല്ല. അതായത് ഒരു ആർബിട്രറി ഫൈനൈറ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് അതിൻ്റെ ഓർഡർ അറിയാം, അതിൻ്റെ ഡിവൈസിനെ കണ്ടെത്തിയിട്ട് അതേ ഓർഡറുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയും അവൈലബിൾ അല്ല സോ ഫാർ. അതാണ് പ്രത്യേകത. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പിന് ഫോർമുല അവൈലബിൾ ആണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ ഗ്രൂപ്പും സൈക്ലിക് ഗ്രൂപ്പ് അല്ല. സൈക്ലിക് അല്ലാത്ത ധാരാളം ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ്. സൈക്ലിക് ഗ്രൂപ്പ് അല്ലാത്ത ഗ്രൂപ്പുകൾക്ക് എക്സാമ്പിൾ കണ്ടതാണ്. നമ്മൾ നേരത്തെ പഠിച്ചേക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. കഴിഞ്ഞ നമ്മൾ D3 പഠിച്ചു, അതുപോലെ D4. ഇതൊന്നും സൈക്ലിക് ഗ്രൂപ്പ് അല്ല. ഡൈഹെഡ്രൽ ഗ്രൂപ്പ് ഒന്നും സൈക്ലിക് ഗ്രൂപ്പ് അല്ല. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പിന് എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന റിസൾട്ടുകൾ ഒന്ന് ഓർത്തിരിക്കും. ഇത്രയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്, തിയറംസ് പഠിക്കാനുള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് 2-3 പ്രോബ്ലംസ് കൂടെ ഉണ്ട്. അതുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. താങ്ക് യു.